കണ്ണൂർ വാണിയപ്പാറ ഉണ്ണീശോ പള്ളിയിലെ ദുരൂഹ കല്ലറയിൽ ദുരൂഹതയില്ല എന്നുള്ളത് പോലീസ് പറഞ്ഞിരിക്കുന്നു. ആ കല്ലറയിൽ നിന്നും ആ മൃതദേഹം എന്ന് തോന്നിപ്പിക്കുന്ന ആ ഒരു വസ്തു അടക്കം പുറത്തെടുത്തത് കോഴിക്കോട് നിന്നെത്തിയ മഠത്തിൽ അസീസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്. അസീസ്ക, എന്താണ് ആ മൃതശരീരം എന്ന ആ ഒരു വസ്തു എന്നുള്ളതൊക്കെ തന്നെയായിരുന്നു സംശയം. എന്തായിരുന്നു അത് പുറത്തെടുത്തപ്പോൾ കണ്ടത്? നമ്മൾ രണ്ട് ബോഡിയും ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി എടുത്ത് പുറത്ത് വെച്ച സമയത്ത് അതിൽ തലോട്ടി പൂർണ്ണമായും തകർന്ന മാതിരിയാണ്. തലോട്ടിയിൽ നിന്ന് പോലീസിന് ഫോറൻസിക് വിഭാഗത്തിന് 6 പല്ലുകളാണ് പശുല കിട്ടിയിട്ടുള്ളത്. പിന്നെ അതോടൊപ്പം തുണികളൊക്കെ നോക്കി ഈ ഇടത്തെ ഭാഗത്തെ കയ്യിൻ്റെ ഒരു അസ്ഥിയും കാലിൻ്റെ വലത്ത് ഭാഗത്തുള്ള ഒരു അസ്ഥിയാണ് കിട്ടിയിട്ടുള്ളത്. അത് ഫോറൻസിക് വിഭാഗം നല്ല രീതിയിൽ പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിട്ടുണ്ട്. ഓക്കെ സാർ. അതിൽ നിന്ന് ഈ പഴയ 2 മൃതദേഹങ്ങൾ തന്നെയാണെന്നുള്ളതും കൂടി പോലീസ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതോടൊപ്പം ഇതിൽ ഒരു പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു പുൽപ്പായാണ്. ഈ പായാണ് ഇതിൻ്റെ മുഖ്യ പ്രശ്നം പറയുന്നത്. ഈ പാഴ 4 ആക്കി മടക്കിയിട്ട് ഈ ബോഡിൻ്റെ മുകളിൽ ഇട്ടതാണ്. അല്ല, പാഴയിൽ പൊതിഞ്ഞിട്ടില്ല, ബോഡിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ടതാണ് പായുള്ളത്. പിന്നെ അതോടൊപ്പം ജെയിംസ് എന്ന് പറഞ്ഞ ഒരാളെ മൃതദേഹമാണ് തൊട്ടടുത്തുള്ളത്. അതും എടുത്ത് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അതൊരു പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുള്ള, അത് മുമ്പ് എന്തോ ഒരു പോയസണിട്ട് അടിച്ചിട്ട് മരിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അത് പോസ്റ്റ്മോർട്ടം ചെയ്ത ബോഡിയാണ്. പോസ്റ്റ്മോർട്ടം ചെയ്ത ബോഡി ആയതുകൊണ്ട് അത് വെറും പ്ലാസ്റ്റിക് ഷീറ്റിലാണ്, റെക്സിൻ ഷീറ്റിലാണ് മൊത്തം ഈ പെട്ടി ഉള്ളത്. ആ പെട്ടി പൂർണ്ണമായിരുന്നു നശിച്ചു പോയിട്ട് ഈ റെക്സിൻ ഷീറ്റ് അത് നമ്മൾ തുറന്നു നോക്കിയ സമയത്ത് ഇതാണ്. അത് തുറന്ന സമയത്ത് മുഴുവൻ ആ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള മുഴുവൻ അസ്ഥികളും അതേമാതിരി തന്നെ അപ്പാടുണ്ട്. ജെയിംസിൻ്റെതാണ് ഉള്ളത്. പിന്നെ ജെയിംസിൻ്റെ പല്ലുകൾ പൂർണ്ണമായിട്ടും എല്ലാ പല്ലുകളും അടിയിലെ പല്ലുകളും എല്ലാം കാണുന്നുണ്ട്. മറിയാമ്മൻ്റെത് 6 പല്ലേ കിട്ടിയിട്ടുള്ളൂ. ഇതാണ് മനസ്സിൽ. അത് തന്നെയാണ്. അപ്പോൾ അതിലൊരു സ്ഥിരീകരണം പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു. ആ ഒരു കല്ലറയിൽ നിന്ന് ആ വസ്തു പുറത്തെടുത്ത ആ സംഘമാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. കൂടുതൽ ദുരൂഹതകളൊന്നും ഇല്ല എന്ന് തന്നെയുള്ളതും കൂടിയാണ് ആ സംഘത്തിൽ നിന്നും പോലീസ് വഴി ആ ഒരു സ്ഥിരീകരണം കൂടി വരുന്നത്. ആ സംഘമാണ് 24-നോട് കാര്യങ്ങൾ വ്യക്തമാക്കിയത്. കണ്ണൂർ വാണിയമ്പാറയിൽ നിന്നും മനു ദാമോദരനൊപ്പം കാളിദാസൻ ദേവദത്തം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.